ഇതെന്താ ഇങ്ങനെ? ഞാൻ എന്തോ ദുസ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാണ്? എന്തിനാണ് വന്നത്? സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾ ആരാണ്? ആരായിരുന്നു എന്ന് ചോദിക്കൂ. ജീവിച്ചിരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയായിരുന്നു, ജേക്കബ് മാർലി. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ എന്തിനാണ് എന്റെ അടുക്കൽ വരുന്നത്? ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നത്. ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ദോഷം വളരെ വലുതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്? ഇത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്റെ ഓരോ തിന്മപ്രവൃത്തികൾ കൊണ്ടും നിർമ്മിച്ചതാണ്. ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചപ്പോഴൊക്കെ ഇതിന്റെ ഓരോ കണ്ണിയോടും പുതിയ കണ്ണികൾ ചേർക്കപ്പെട്ടു. ഞാൻ എന്റെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചപ്പോഴൊക്കെ ഇതിന്റെ ഭാരം വർദ്ധിച്ചു വന്നു. ക്രൂജു, നോക്കൂ, നീയും ഇതുപോലെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു ചങ്ങല പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചങ്ങലയേക്കാൾ ഭാരമേറിയ ചങ്ങലയായിരിക്കും അത്. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ട ജേക്കബ് മാർലി, എനിക്ക് ആശ്വാസം തരുന്ന എന്തെങ്കിലും വാക്കുകൾ പറയൂ. ഞാൻ എങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കും? ഞാനിപ്പോൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കാതിരുന്നതിന്റെ ശിക്ഷ. നിന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരിക്കും തീർച്ച. ബിസിനസ്സിൽ നിങ്ങളൊരു മിടുക്കനായിരുന്നില്ലേ മാർലി? ബിസിനസ് ആ വാക്കുപോലും പറയാതെ ഞാൻ അതിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുവാൻ മറന്നുപോയി. എന്റെ ചുറ്റും ജീവിക്കുന്നവരെയോ അവരുടെ കഷ്ടപ്പാടുകളോ ഞാൻ കണ്ടില്ല. എന്റെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ. മറ്റുള്ളവരെ കരുതുവാനും അവരോട് ദയ കാട്ടുവാനും എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അനുഭവം നിനക്ക് വരാതിരിക്കട്ടെ. നീ ശ്രദ്ധിച്ചു കേൾക്കൂ. നീ 3 ഭൂതങ്ങളാൽ വേട്ടയാടപ്പെടും. ഇന്ന് രാത്രി മണി 12 അടിക്കുമ്പോൾ ഒന്നാമത്തെ ഭൂതം എത്തും. രണ്ടാമത്തേത് 1 മണിക്കും 3-ാമത്തേതിനെ 2 മണിക്കും കാണാം. അവർ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്റെ സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കെന്നെ കാണാൻ പറ്റില്ല. എനിക്ക് വയ്യ. ഇതെന്തൊരു പരീക്ഷണമാണ്. എന്ത് വേണം? ഞാൻ നിന്റെ ഭൂതകാലമാണ്. എന്ത് ഭൂതകാലമോ?
മാർലി എന്നോട് പറഞ്ഞ ആ ഒന്നാമത്തെ ഭൂതമാണോ നിങ്ങൾ? അതെ, നിങ്ങൾ എന്നോടൊപ്പം വരൂ. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ വന്നേ പറ്റൂ. വേഗമാകട്ടെ. ദൈവമേ, ഞാൻ ഇവിടെയാണല്ലോ ജനിച്ചു വളർന്നത്. ആ കുട്ടികളെ നോക്കൂ, അവരെല്ലാം എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരാണ്. നോക്കൂ, അവർക്ക് എത്ര സന്തോഷമാണ്. അവർ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അവരെത്ര നന്നായി രസിക്കുന്നു. അവർ നമ്മെ കാണുന്നുണ്ടോ? ഇല്ല, പഴയ കാലങ്ങളുടെ നിഴലുകൾ മാത്രമാണിത്. നമ്മളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. നോക്കൂ, ഞാനും എന്റെ അനിയത്തിയുമാണത്. നോക്കൂ, ഞങ്ങൾ എത്ര സന്തോഷമായാണ് സമയം ചെലവഴിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന് ക്രിസ്മസ് ഗാനങ്ങൾ പാടി. അവനെ ഞാൻ ഭയപ്പെടുത്തി ഓടിച്ചു. അവൻ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. ഇത് നമ്മുടെ പഴയ ഫെസിലിറ്റി അല്ലേ? ദൈവമേ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹമാണ് എന്നെ ജോലിയിൽ പരിശീലിപ്പിച്ചത്. അദ്ദേഹം ഈ കുട്ടികളോട് എത്ര സ്നേഹത്തോടെയാണ് ഇടപെടുന്നത്. കുറച്ച് പൈസ ചെലവാക്കിയാൽ എന്താ, എല്ലാവർക്കും എത്ര സന്തോഷമാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ജോലിക്കാരനോട് ഞാൻ എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. അയാളോട് എന്തെങ്കിലും നല്ല വാക്കുകൾ ഞാൻ പറയേണ്ടതായിരുന്നു. കഷ്ടമായി. എന്റെ സമയം തീരാറായി. പക്ഷേ ഇതാരാണെന്ന് നോക്കൂ. എനിക്കറിയാം, എന്റെ ഭാര്യ. ദാരിദ്ര്യത്തിലും എന്നോടൊപ്പം അവൾ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചത്. പക്ഷേ പണക്കാരനായപ്പോൾ ഞാൻ അവളിലും അധികമായി പണത്തെ സ്നേഹിച്ചു. അപ്പോൾ അവൾ എന്നെ വിട്ടുപോയി. എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തുവാൻ പാവം അവൾ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ ഞാൻ പണമുണ്ടാക്കുവാനുള്ള തിരക്കിലായിരുന്നു. ഇപ്പോൾ അവൾ എത്ര സന്തോഷവതിയാണ്. ഞാൻ തികച്ചും ഒറ്റയ്ക്ക്. മതി, ഇനി ഒന്നും എന്നെ കാണിക്കില്ല. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് വളരെ വേദനിക്കുന്നു. മതി, എന്നെ വിട്ടു പോകൂ. ഈ കാഴ്ചകൾ കാണുന്നത് എനിക്ക് മതിയായി. മാർലി പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഭൂതം സ്ക്രൂജിനെ സന്ദർശിച്ച ശേഷം അപ്രത്യക്ഷമായി. സ്ക്രൂജിന്റെ ഭൂതകാലത്തിന്റെ ഒരു പ്രതിനിധിയായിരുന്നു അത്. സ്ക്രൂജിനെ തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക്, പണ്ട് നടന്ന ചില സംഭവങ്ങളിലേക്കാണ് അത് കൊണ്ടുപോയത്. അന്നത്തെ തന്റെ ജീവിതവും ഇപ്പോഴത്തെ തന്റെ ജീവിതവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ ഈ അനുഭവം സ്ക്രൂജിനെ സഹായിച്ചു. അസ്വസ്ഥമായ മനസ്സോടെ സ്ക്രൂജ് വീണ്ടും മയക്കത്തിലേക്ക് വീണു.
നീ ആരാണ്? ഞാൻ നിന്റെ വർത്തമാനകാലമാണ്. ആദ്യത്തെ ഭൂതം എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ വലിയ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ പോകുന്നിടത്തേക്ക് എന്നെ കൂടെ കൊണ്ടുപോകൂ. വരൂ, എന്നോടൊപ്പം വരൂ. നീ എന്താണ് മോളെ ഇത്ര താമസിച്ചത്? ഒത്തിരി ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അമ്മേ. സാരമില്ല, നീ വന്നപ്പോൾ എനിക്ക് സമാധാനമായി. നല്ല തണുപ്പുണ്ട്. നീ കുറച്ചു സമയം വിശ്രമിക്ക്. അതാ അച്ഛൻ വരുന്നു. നമ്മുടെ ടിം എന്തിയെ? അവൻ നല്ല മിടുക്കനായിട്ട് പള്ളിയിലിരുന്നു. ഇപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ അവനെ എന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. അവനെ അവർ ഇപ്പോൾ കൊണ്ടുവരും. കാലുകൾ ശോഷിച്ചു പോയതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് നടക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അവനെ തോളിൽ എടുത്തുകൊണ്ടാണ് വന്നത്. അതിന്റെ ക്ഷീണമാണ്. അവനെ പള്ളിയിൽ കണ്ടവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. യേശു മുടന്തനെ സൗഖ്യമാക്കിയ സംഭവം കുഞ്ഞിനെ കണ്ടപ്പോൾ അവർ ഓർത്തു കാണും. അവൻ എല്ലാവരോടും മെറി ക്രിസ്മസ് പറഞ്ഞു. ആ വന്നല്ലോ. എന്റെ ജോലിക്കാരൻ ബോബിന്റെ വീടാണല്ലോ അത്. ശരിക്കും ബോബിന് ഞാൻ വളരെ കുറച്ച് ശമ്പളമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ടും അവരെന്ത് സന്തോഷമായാണ് കഴിയുന്നത്. സ്നേഹമുള്ള ഭാര്യ, മക്കൾ, അവന്റെ ഇളയ കുഞ്ഞാണെങ്കിൽ രോഗിയും. എന്നിട്ടും അവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്.